കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ശിവരാത്രി മഹാത്മ്യം. കുംഭമാസത്തിലെ ശിവരാത്രി അതിവിശേഷമായൊരു ഉത്സവമാണ് ശിവരാത്രി. ഭഗവാനെ സേവിക്കാനും സന്തോഷിക്കാനും അതുമൂലം അനുഗ്രഹങ്ങൾ പ്രാപ്തമാക്കാനും പറ്റിയ സമയമാണ് ശിവരാത്രി. പിതൃക്കൾക്ക് ബലിയർപ്പിച്ച് സായുജ്യമടയുന്നൊരു സമയം. ഏറ്റവും അടുത്ത ശിവരാത്രി വന്നു. ശിവരാത്രി ദിനം അതിരാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ഭസ്മം, അതിരാവിലെ വേണം, നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഭസ്മം, രുദ്രാക്ഷം ധരിച്ച് പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ദിവസം ആരംഭിക്കുക. പറ്റുമെങ്കിലെന്ന് ഭഗവാനെ തൊഴുതു മടങ്ങുക. സദാ ശിവസ്മരണയിൽ സമയം കളയേണ്ടതാണ്. പകലും രാത്രിയും വ്യത്യാസമില്ലാതെ ഭഗവാന്റെ സ്മരണ നമ്മൾക്കുണ്ടായിരിക്കണം. എല്ലാവരും ആത്മജ്ഞാനത്തെ പ്രകാശിപ്പിക്കാനാണ് ശിവരാത്രി വ്രതം നോൽക്കുന്നത്. ഭഗവാനെ ഉപാസിച്ചുകൊണ്ട് അന്ന് മുഴുവൻ നമ്മൾ ഉപവാസം നോൽക്കേണ്ടതാണ്. ഭഗവാന്റെ സൃഷ്ടികളായ നാം ആ ശക്തിയുമായി ലയിച്ചു ചേരണം. അതിനായി നാം മോക്ഷപ്രാപ്തിക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ വിപരീത വസ്തുക്കളെയും ശക്തിയെയും ഭഗവാനിൽ നിർമാർജനം ചെയ്ത് സദാ നാം ഓം ശിവം ശിവം ശിവകരം ശാന്തം ശിവാത്മനം ശിവമാർഗ പ്രാണേതാരം പ്രാണദോസ്മി സദാശിവം ഓം ശാന്തി 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 എന്ന് ജപിച്ച് രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് ഭഗവാനെ മാത്രം സ്മരിച്ച് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഭഗവാനെ ഉറക്കമൊഴിഞ്ഞുണർന്ന് അതിരാവിലെ പിതൃക്കൾക്ക് ബലിയിട്ട് അന്നത്തെ ദിവസം നമ്മൾ ശിവരാത്രി മഹാത്മ്യം അറിഞ്ഞുകൊണ്ട് സായുജ്യമടയേണ്ടതാണ്. വർഷത്തിലൊരിക്കൽ വരുന്ന ശിവരാത്രി ദിനം നമ്മൾക്ക് എല്ലാവർക്കും അതിവിശിഷ്ടമാണ്. പിതൃക്കൾക്ക് ബലിയിടാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ശിവരാത്രി ഉപവാസം നോറ്റുകൊണ്ട്, ശിവരാത്രി വ്രതം നോറ്റുകൊണ്ട് രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് ഭഗവാനെ സങ്കല്പിച്ച് ഓം നമഃശിവായ ജപിച്ചുകൊണ്ട് എല്ലാവരും ബലിയർപ്പിക്കുക. പിതൃക്കൾക്ക് ബലിയർപ്പിക്കുക. അതാണ് ശിവരാത്രി മഹാത്മ്യം.